ഇന്ന് നമുക്ക് ഇതുപോലൊരു പൂമ്പാറ്റയെ നിർമ്മിച്ച് നോക്കാം. അതിന് ആദ്യം ഒരു പേപ്പർ എടുത്ത് നീളവും വീതിയും ഒരുപോലെയുള്ള സമചതുരമായിട്ടുള്ളൊരു പേപ്പർ എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 18 സെൻറ്റിമീറ്റർ നീളവും 18 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പേപ്പറാണ്. ഇങ്ങനൊരു പേപ്പർ എടുത്തിട്ട് അതിനെ കോണോട് കോൺ മടക്കണം. ഇതുപോലെ കോണോട് കോൺ മടക്കിയിട്ട് ഇതിനെ മുറിച്ചെടുക്കണം. ഇതിൻ്റെ ഈ നടുവിലൂടെ മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചെടുത്ത പേപ്പറാണിത്. ഇത് തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റാണ്. ഇങ്ങനെ മുറിച്ചെടുത്ത ശേഷം ഇതുപോലെ മടക്കണം. അതിനുശേഷം ഇതുപോലെ പിടിക്കണം. ഇതിൻ്റെ മടക്കുഭാഗമുള്ള ഭാഗം അടിയിൽ, പിന്നെ ചെരിഞ്ഞ വശം ഈ സൈഡിലുമായിട്ട് വെക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ വശത്ത് അങ്ങ് താഴെ വരെ മുട്ടരുത്, ഒരു വര ചെരിച്ചിടണം. അതിലെ നമുക്ക് മുറിക്കാം. അത് താഴെ വരെ മുറിച്ചു പോകരുത്. ഇതുപോലെ ഇവിടം വരെ നിൽക്കണം. ഇനി ഈ ചെരിഞ്ഞ വശം അവിടെ ഇതേ രീതിയിൽ വരയ്ക്കുക. ഇനി ആ വരച്ച ഭാഗത്തൂടെ മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിക്കണം. ഈ സൈഡും ഇങ്ങനെ മുറിച്ചിട്ട് ഇപ്പോൾ നമുക്കിതുപോലെ കിട്ടി. ഇങ്ങനെ വരുമ്പോൾ ഇത് പൂമ്പാറ്റയുടെ രൂപമായി. ഇനി ഇതിന് സൈഡ് വഴിയൊക്കെ വരച്ച് ഷെയ്ഡ് ചെയ്ത് പുള്ളികളൊക്കെ വരച്ച് നല്ല പുള്ളിച്ചിറവുള്ള പൂമ്പാറ്റയെ നിർമ്മിക്കാം. അതിന് ഇങ്ങനെ ഇതുപോലെ അപ്പുറവും എല്ലാ വശവും വരച്ച് പുള്ളികൾ വരയ്ക്കണം. പുള്ളികൾ വരച്ച് നിറം കൊടുത്ത് ഇത് നന്നായിട്ട് ചെയ്യണം. അത് കഴിയുമ്പം ഇതുപോലെ ഇരിക്കുന്ന പൂമ്പാറ്റ. ഇപ്പം നമുക്കിവിടെ 2 പൂമ്പാറ്റയായി. നിങ്ങളെല്ലാവരും പൂമ്പാറ്റയെ നിർമ്മിച്ചോ? പൂമ്പാറ്റയ്ക്ക് നിങ്ങൾക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് ഈ പൂമ്പാറ്റയ്ക്ക് അമ്മു എന്ന് പേര് കൊടുത്താലോ? അമ്മു പൂമ്പാറ്റ. ഇന്ന് നമുക്ക് അമ്മു പൂമ്പാറ്റയെ പറ്റി പഠിക്കാം. അടുത്ത പാഠം മണവും മധുരവും. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കണം. ഓരോ ലൈനും ഞാൻ വായിച്ചു തരുമ്പോൾ അത് കണ്ടുകൊണ്ട് വായിക്കണം. മണവും മധുരവും. അമ്മു പൂമ്പാറ്റ ചിറകുകൾ വിടർത്തി. പല വർണ്ണങ്ങൾ. ചുവപ്പ്, മഞ്ഞ, നീല. പല നിറത്തിലുള്ള പുള്ളികൾ. അവൾ പറന്നു പറന്ന്
പൂന്തോട്ടത്തിൽ എത്തി. നിറയെ പൂക്കൾ, എല്ലാം വെള്ളപ്പൂക്കൾ. ആരാണ് ചിറകു വിടർത്തി പറന്നു വന്നത്? അമ്മു പൂമ്പാറ്റ. അമ്മു പൂമ്പാറ്റയുടെ ചിറകുകളിൽ ഏതൊക്കെ നിറമുണ്ടായിരുന്നു? ചുവപ്പ്, മഞ്ഞ, നീല. അവൾ പറന്ന് പറന്ന് എവിടെയെത്തി? അവൾ പറന്ന് പറന്ന് പൂന്തോട്ടത്തിൽ എത്തി. അവിടെ എന്തെല്ലാം കണ്ടു? പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ. അവയുടെ എല്ലാം നിറം എന്തായിരുന്നു? അവയെല്ലാം ഇതായതുപോലെ വെള്ളപ്പൂക്കൾ. പൂന്തോട്ടത്തിൽ നിറയെ വെള്ളപ്പൂക്കൾ. ആരാണ് പൂന്തോട്ടത്തിലെത്തിയത്? അമ്മു. നമുക്കതിവിടെ ഒന്ന് എഴുതി നോക്കാം. അമ്മു അമ്മു പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ എത്തി. ആരാണ് പൂന്തോട്ടത്തിലെത്തിയത്? അമ്മു. ഇവിടെ അമ്മു എവിടെ എത്തി? പൂന്തോട്ടത്തിൽ. പൂന്തോട്ടം. പൂന്തോട്ടം. ഇതിൽ ഈ അക്ഷരം ഇട്ട എന്ന അക്ഷരം നമുക്കിന്ന് പഠിക്കാം. ഇട്ട എന്നെഴുതുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണേ. ഇത്ര എഴുതിയാൽ ഡ, അതേ കൂടെ തന്നെ വന്ന് വീണ്ടും ഇത്രയും കൂടി എഴുതുമ്പോൾ ഇട്ട. എങ്ങനെയാണ് പറയുന്നത്? ഇട്ട. ഒന്നുകൂടി എഴുതി കാണിക്കാം. ഇവിടെ വരെ ഡായ, അതേ കൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും തിരിച്ചിവിടെ വരുമ്പം ഇട്ട. ഇനി ചില കുട്ടികൾ ഇതാ ഇങ്ങനെ എഴുതി വെക്കും. അത് ശരിയല്ല, ഇങ്ങനെ എഴുതരുത്. പിന്നെ ചിലർ ഇതാ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെയും എഴുതാൻ പാടില്ല. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഇതാ ഇങ്ങനെ വന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇട്ട. ഇനി ഇട്ട ചേർന്ന് വരുന്ന പദങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന പദങ്ങൾ നിങ്ങൾ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പട്ടം, പട്ടാളം, പട്ടാളം, കുട്ടി, കുട്ടി, മുട്ട, മുട്ട. വായിച്ചു തരാം. പട്ടം, പട്ടാളം, കുട്ടി, മുട്ട. ഒന്നുകൂടി നോക്കിയോ. പട്ടം,
പട്ടാളം, കുട്ടി, മുട്ട. ഇനി ഇവ ചേർന്ന് വരുന്ന വാക്യങ്ങളിലൂടെ നിർമ്മിക്കാം. പട്ടം പറത്തി, പട്ടം പറത്തി, പട്ടം പറത്തി. പട്ടാളം വന്നു, വന്നു. കുട്ടി ചിരിച്ചു, ചിരിച്ചു, കുട്ടി ചിരിച്ചു. മുട്ട കഴിച്ചു, മുട്ട കഴിച്ചു, മുട്ട കഴിച്ചു. ഇങ്ങോട്ട് വായിച്ചു തരാം. പട്ടം പറത്തി, പട്ടാളം വന്നു, കുട്ടി ചിരിച്ചു, മുട്ട കഴിച്ചു. ഒന്നുകൂടി. പട്ടം പറത്തി, പട്ടാളം വന്നു, കുട്ടി ചിരിച്ചു, മുട്ട കഴിച്ചു. ഈ വാക്കുകളും വാക്യങ്ങളും എല്ലാം സ്ലേറ്റിലും ബുക്കിലും ഒക്കെ നന്നായിട്ട് പല പ്രാവശ്യം എഴുതി പഠിക്കണം. ഇനി നോട്ട് ബുക്കിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം അമ്മു പൂന്തോട്ടത്തിൽ എത്തി, നിറയെ പൂക്കൾ, എല്ലാം വെള്ളപ്പൂക്കൾ. ഇത് അമ്മ എഴുതി കൊടുത്താൽ മതി കേട്ടോ. അതിന് താഴെ 2 കോളം. ഒരു കോളത്തിൽ വാക്കുകളും അടുത്ത കോളത്തിൽ വാക്യങ്ങളും എഴുതണം. പട്ടം, പട്ടാളം, മുട്ട, പട്ടി, കട്ടിൽ, ചട്ടി, അട്ട, വട്ടം, കുട്ടൻ, കുട്ടി, പട്ടണം, നട്ടു, ചട്ടുകം, ഇട്ടു, ചവിട്ടി. ഇതൊരു കോളത്തിൽ. അടുത്ത കോളത്തിൽ പട്ടം പറത്തി, പട്ടാളം വന്നു, മുട്ട കഴിച്ചു, പട്ടി കുരച്ചു, കട്ടിൽ ഉണ്ടാക്കി, ചട്ടി തന്നു, അട്ട വന്നു, വട്ടം വരച്ചു, കുട്ടൻ ചാടി, കുട്ടി നടന്നു, പട്ടണം കണ്ടു, ചെടി നട്ടു, ചട്ടുകം തന്നു, കമ്മൽ ഇട്ടു, ആന ചവിട്ടി.